സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടുത്ത മാസം US സന്ദർശിക്കാനിരിക്കുകയാണ്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നേരത്തെ ഒപ്പുവെച്ച കരാറുകളിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. മറ്റൊന്ന്, തുർക്കി പ്രസിഡന്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഖത്തറുമായി ഉഭയകക്ഷി സഹകരണ കരാറുകളിലും ഒപ്പിട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിൽ ഔദ്യോഗികമായി തിരിതെളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. വിവരങ്ങൾ നൽകാനായി സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ, ഖത്തറിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ്, ബഹ്റൈനിൽ നിന്ന് ഷഫി ഷാജഹാൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അഫ്താബിലേക്കാണ്. അഫ്താബ്, സൗദി കിരീടാവകാശി ഇതാ അടുത്ത മാസം US സന്ദർശിക്കാനിരിക്കുകയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കരാറുകളായിരിക്കും ചർച്ചയാവുക? ഈ ഗസ വിഷയം ഒരു അജണ്ടയായിരിക്കുമോ? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാവുക ഗസയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമുക്കറിയാം, ഈ സംഘർഷം രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് ട്രംപ് അധികാരമേറ്റ് സൗദി അറേബ്യയിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നത്. അന്ന് സൗദി അറേബ്യയും US തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ ചർച്ചകളും ഒപ്പം തന്നെ അതിൽ അന്ന് ഒപ്പിട്ട കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയും US തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാറുകളാണ്. അതായത് സൗദി അറേബ്യക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ US ഒരുക്കി കൊടുക്കും. ഒപ്പം തന്നെ സൗദി അറേബ്യക്ക് ആവശ്യമായിട്ടുള്ള വിവിധ സായുധ സംവിധാനങ്ങൾ അത് US ഒരുക്കി കൊടുക്കുമെന്ന് അന്നത്തെ കരാറിലുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ചർച്ചയാകും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലെ രാഷ്ട്രീയ വിഷയമാകാൻ പോകുന്നത് ഗസ തന്നെയായിരിക്കും. അതിൽ ഏറ്റവും നിർണായകമായതും ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നതുമായ വിഷയം സൗദി അറേബ്യയും ഇസ്രായേലും വീണ്ടും ഒരു നയതന്ത്ര ബന്ധത്തിലേക്കുള്ള ചർച്ചാ സാധ്യത തെളിയുമോ എന്നുള്ളതാണ്. അതിൽ സൗദി അറേബ്യ നേരത്തെ തന്നെ ഈ ഗസ വംശഹത്യക്ക് ശേഷം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പ്രഖ്യാപിത നിലപാട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളത് അവരുടെ അജണ്ടയിൽ തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനിടയിൽ US സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയും ഇസ്രായേലും ബന്ധത്തിലേക്ക് പോകേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം മേഖലയിലെ സുരക്ഷാ കാരണങ്ങളാൽ അനിവാര്യമാണ്. അതുകൊണ്ട് അത്തരമൊരു ചർച്ചയിലേക്ക് US കാര്യങ്ങൾ നീക്കുമോ? അങ്ങനെയെങ്കിൽ എന്തെല്ലാം ചർച്ചകളായിരിക്കും അതിൽ മുന്നോട്ട് വരിക? അതിൽ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാവി എവിടെയായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഈ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. സൗദി അറേബ്യയുമായി ഏറ്റവും മികച്ച ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് US എന്ന് മാത്രമല്ല, ട്രംപിന് തന്നെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായ പദ്ധതികൾക്കുള്ള സ്ഥലം കൂടിയാണ് സൗദി അറേബ്യ. ആ നിലക്കെല്ലാമുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കടന്നുവരും. മറ്റൊന്ന്, AI ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകളും ഒപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകളുടെയും സഹായം US നിന്നും സൗദി അറേബ്യയിലേക്ക് എത്തിക്കുന്നത് കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം സൗദി അറേബ്യയോ അല്ലെങ്കിൽ US നടത്തിയിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അന്തർദേശീയ വാർത്താ ഏജൻസികൾ ഇക്കാര്യം നിരന്തരം എന്നോളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മാസം നവംബറിലായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാവുക എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അമൃത.